ഇന്ന് ഓഗസ്റ്റ് 6-ാം തീയതി. സോ എന്നത്തെയും പോലെ ഇന്നത്തെയും കുറച്ച് സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. First one, atomic bomb. 1945 ഓഗസ്റ്റ് 6-ാം തീയതിയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യത്തെ അണുബോംബ് ജപ്പാനിലെ ഹിരോഷിമയിൽ പതിച്ചത്. ലിറ്റിൽ ബോയ് എന്ന് കോഡ് നെയിമുള്ള ബോംബ് യുണൈറ്റഡ് സ്റ്റേറ്റ് എയർഫോഴ്സ് ബോംബറായ ദി എനോള ഗെയിൽ നിന്നും വിക്ഷേപിച്ചത്. ആദ്യത്തെ ബോംബ് യുറേനിയം ബോംബായിരുന്നു. 3 ദിവസത്തിന് ശേഷം ജപ്പാനിലെ നാഗസാക്കിയിൽ രണ്ടാമത്തെ അണുബോംബും വർഷിച്ചു. ഫാറ്റ് മാൻ എന്ന് കോഡ് നെയിമുള്ള രണ്ടാമത്തെ ബോംബ് പ്ലൂട്ടോണിയം ബോംബായിരുന്നു. സെക്കൻഡ് വൺ, 1996 ഓഗസ്റ്റ് 6-നാണ് നാസ അഡ്മിനിസ്ട്രേറ്റർ ഡാനിയൽ ഗോൾഡിൻ ചൊവ്വയിൽ ഒരു പ്രാകൃത ജീവന്റെ സാധ്യതയുള്ള തെളിവുകൾ കണ്ടെത്തിയതായിട്ട് പ്രഖ്യാപിച്ചത്. 13,000 വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ നിന്നും വന്നതാണെന്ന് കരുതപ്പെടുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഉൽക്കയിൽ നിന്നും കണ്ടെത്തിയ ഒരു ചെറിയ ഫോസിൽ നിന്നുമാണ് അദ്ദേഹം ഈ തെളിവുകൾ ലഭിച്ചത്. മനുഷ്യന്റെ തലമുടിയുടെ വീതിയുടെ 1% താഴെയുള്ള ഒരു ചെറിയ ട്യൂബ് പോലെയുള്ള രൂപത്തിൽ വളരെ വലുതാക്കിയ ഒരു ചിത്രത്തിൽ മാത്രമേ ഈ ഒരു ഫോസിൽ കാണാൻ കഴിയൂ. മറ്റ് ശാസ്ത്രജ്ഞന്മാർ ഇതിനെ പൂർണ്ണമായി എതിർത്തപ്പോൾ കുറച്ചുപേർ ഇത് 3.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ ജീവിച്ചിരുന്ന ഒരു ജീവിയാണെന്ന് വിശ്വസിച്ചു. തേർഡ് വൺ, 1181-ൽ ചൈനീസ് ആസ്ട്രോണമേഴ്സ് ഇപ്പോൾ കാസിയോപ്പിയ എന്നറിയപ്പെടുന്ന കോൺസ്റ്റലേഷനിൽ ഒരു ചെറിയ സൂപ്പർനോവ നിരീക്ഷിച്ചു. ഒരു ദിവസം കഴിഞ്ഞ് ജപ്പാനിൽ നിന്നും ഇത് ശ്രദ്ധിക്കപ്പെട്ടു. പുരാതന രേഖകൾ പ്രകാരം ചൈനീസ് കോഡ് ആസ്ട്രോണമേഴ്സ് ക്യൂയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അതിഥി നക്ഷത്രം ചുവാൻ ഷി സിംഗിനെ ആക്രമിക്കുന്നു എന്നും അത് 185 ദിവസത്തേക്ക് ദൃശ്യമായിരിക്കുമെന്നും റിപ്പോർട്ട് ചെയ്തു. 1960-കളിൽ റേഡിയോ ആസ്ട്രോണമേഴ്സ് കണ്ടെത്തിയ ഇപ്പോൾ 3C58 എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സൂപ്പർനോവ അവശിഷ്ടം എഫ് റിച്ചാർഡ് സ്റ്റീവൻസൺ ആണ് 1181-ൽ സൂപ്പർനോവയുടെ അവശിഷ്ടമായി ആദ്യം നിർദ്ദേശിച്ചത്. കഴിഞ്ഞ 1500 വർഷങ്ങളിൽ നിരീക്ഷിച്ച 5 താൽക്കാലിക നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഈ സൂപ്പർനോവയെന്ന് സ്റ്റീവൻസൺ 2006-ൽ എഴുതി. ദ ലാസ്റ്റ് വൺ, 1753 ഓഗസ്റ്റ് 6-നാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പ്രൊഫസർ ജോർജ് വിൽഹം റിച്ച്മാൻ മിന്നലിനെ ആകർഷിക്കാനുള്ള തന്റെ പരീക്ഷണത്തിനിടെ മരിച്ചത്. മിന്നലിനെ കുറിച്ച് അന്വേഷിക്കാൻ റിച്ച്മാൻ തന്റെ വീടിന്റെ മുകളിൽ ഒരു വയർ ഘടിപ്പിച്ച് ഒരു മുറിക്കുള്ളിലേക്ക് ഒരു ഉപകരണവുമായി ബന്ധിപ്പിച്ചിരുന്നു. 1953 ഓഗസ്റ്റ് 23-ന് മോസ്കോയിൽ നിന്നുള്ളൊരു കത്തിൽ മാരകമായ അപകടത്തിന്റെ വിവരണം അക്കാദമി കോടതിക്ക് കൈമാറി. ഇലക്ട്രിക്കൽ എക്സ്പീരിയൻസിൽ പ്രസിദ്ധനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ നിന്നും ഒരു പകർപ്പ് ലഭിക്കുകയും പെൻസിൽവാനിയയിൽ വിവരങ്ങളുടെ ഒരു എക്സ്ട്രാക്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. സോ ഇതൊക്കെയാണ് ഇന്നത്തെ കുറിച്ച് മേജർ സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്. ഇതുപോലെ ഒരുപാട് ഇവന്റ്സ് ഇനിയുമുണ്ട്. നിങ്ങൾക്കറിയാമെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു.